നമസ്കാരം. മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. മേഘാലയയുടെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇന്ന് അസാമിലെ ഗുവാഹട്ടിയിലേക്ക് പോവുകയാണ്. ഗുവാഹട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ യാത്ര. രാവിലെ പോകുന്നതിന് മുന്നേ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോകാന്ന് കരുതി പൂരിയും ഒരു വെജിറ്റബിൾ കറിയാണ് ഉള്ളത്. പിന്നെ ഇവിടെ അച്ചാറും ഉണ്ട്. നല്ല തണുപ്പാണല്ലോ, അതിനു വേണ്ടി ഇതാ ഒരു ചായയും കൂടെ പറഞ്ഞു. ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. 150 രൂപയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായത്. ഈ ഭാഗം എന്ന് പറയുന്നത് പോലീസ് ബസാറിന്റെ തൊട്ടടുത്തുള്ള ഒരു സ്ട്രീറ്റ് ആണ്. ഇവിടെ തിരക്ക് വൈകുന്നേരം സമയത്താണ്. ഇപ്പൊ രാവിലെ വലിയ ആൾക്കാരൊന്നും ഇല്ല. ഇവിടെ മഴ പെയ്തു പോയതേ ഉള്ളൂ. ഈ ഭാഗത്തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും ഹോട്ടൽസൊക്കെ ഉണ്ട്. പിന്നെ മുൻഭാഗത്ത് വലിയൊരു കെട്ടെടുത്ത് പോകുന്നത് കാണുന്നില്ലേ? പിന്നെ ഇപ്പം ഈ സ്ട്രീറ്റ് പോയി എത്തുന്ന ഭാഗത്ത് തന്നെയാണ് നമുക്ക് പോകാനുള്ള ടാക്സിയൊക്കെ ഉണ്ടാവുക. ഇതാണ് ആ സ്ട്രീറ്റ്. ഇവിടെയാണ് ഷില്ലോങ് എന്നൊക്കെ ഉള്ള ആ ഒരു വലിയൊരു പോയിൻ്റൊക്കെ ഉള്ളത്. നമുക്ക് നല്ല ഫോട്ടോ ഒക്കെ എടുക്കാം. നമ്മുടെ ഫ്ലാഗ് ഇവിടെയാണ്. റൂമൊക്കെ എടുത്തത് ആ ഭാഗത്തേക്കാണ്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ സുമോ ഇല്ലേ, ഇതൊക്കെയാണ് ഗുവാഹട്ടി ഭാഗത്തേക്ക് പോവുക. നമുക്കെന്തായാലും പൈസ ആദ്യം ചോദിച്ചു നോക്കാം, ബാർഗെയിൻ ചെയ്യാം. ഇവർ ആദ്യം ഒരു റേറ്റ് പറയും, അതെന്തായാലും നല്ലത് എന്തേലും പറയുള്ളൂ. അതായത് 500-600 പറയും. അതൊരു 300-400 റേറ്റിലൊക്കെ കിട്ടുമോ നോക്കാം. ഇവിടുന്ന് ഒരു സുമോ കിട്ടി. ഒരാൾക്ക് 300 രൂപയാണ് പറഞ്ഞത്. 100 കിലോമീറ്ററിൻ്റെ അടുത്ത് പോകാനുണ്ട്. 3 മണിക്കൂർ എടുക്കും എന്തായാലും സമയം. 10 മണിയായി. ഈ സമയത്താണ് ഇവിടുന്ന് വണ്ടി എടുത്തത്. ഇതിൽ ആകെ 8 പാസഞ്ചേഴ്സാണുള്ളത്. അതായത് 8 വലിയവരും 2 ചെറിയ കുട്ടികളും. പിന്നെ ഡ്രൈവറെ കൂട്ടിയില്ല. ഇത്രയും പേരാണ് ഈ ഒരു സുമോയിൽ പോവുക. ഈ ഷില്ലോങ്ങിന്റെ ഈ ഒരു നഗരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം തന്നെ നല്ല ടൈം എടുക്കും. കാരണം ഇനിയിപ്പോ മിക്കവാറും ബ്ലോക്കൊക്കെ കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ടാവും. ഈ അവസാനം വന്നതുകൊണ്ട് ഏറ്റവും പുറകിലാണ് കിട്ടിയത്. കുഴപ്പമില്ല, ഈ മുൻഭാഗത്ത് തന്നെ 2 പേർക്ക് ഇരിക്കാം. ഷില്ലോങ്ങിലെ പോലീസ് ബസാറിന്റെ ഭാഗത്തുനിന്ന് ഓട്ടോ ഇല്ല. കുറച്ച് താഴെ ഭാഗത്തേക്ക് വരുമ്പോഴാണ് ഉള്ളത്. ഇവിടേക്ക് ഒരുപാടുണ്ട്. ഉമിയം ഡാമാണ്. ഇതൊരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് കൂടിയാണ്. ഡാമിന്റെ ഭാഗങ്ങൾ ഇവിടെയാണ്. ഇവിടുന്ന് റൈറ്റിലേക്കുള്ള ഭാഗത്തേക്കാണ് ഷില്ലോങ് എയർപോർട്ട്. അതായത് പോലീസ് ബസാറിന്റെ ഭാഗത്ത് 30 കിലോമീറ്റർ മാറിയിട്ടാണ് എയർപോർട്ട്. ഇനിയൊരു 60 കിലോമീറ്റർ കൂടെ പോകാനുണ്ട്. പുറകിലിപ്പം 4 ആൾക്കാരാണ്. കുറച്ച് എന്താ പറയുക, ഒരുങ്ങിയിട്ടാണ് പോകുന്നത്. ഇങ്ങനെ പോകാൻ കുറച്ച് ശരിക്കും പറഞ്ഞാൽ അസ്വസ്ഥത തന്നെയാണല്ലേ നബി? ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ നമുക്ക് തോന്നും. നല്ല ശക്തമായിട്ടുള്ള വളവാണ്. അതാണ് ഫ്രണ്ടിലിരുന്നാൽ പിന്നെ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് മുന്നിലാണ് സീറ്റ് കിട്ടിയത്. അതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായില്ല. പിന്നെ ഈ റൂട്ടിൽ ഒരുപാട് ലോറികളുണ്ടാവും. പല ഭാഗത്തേക്കും പോകുന്ന എല്ലാം ലോങ് തന്നെയാണ്. 11:40 ഒരു ടീ ബ്രേക്കിന് വേണ്ടി നിർത്തിയതാണേ. ഇതാണ് നമ്മൾ പോകുന്ന വണ്ടി. ഇനി 40 കിലോമീറ്ററും കൂടി ഉണ്ട് ഗുവാഹട്ടിയിലേക്ക്. ഇവിടെ കുറച്ച് റെസ്റ്റോറൻറ്റുകളൊക്കെ കാണാം. ഈ ഭാഗത്തൊക്കെ മുഴുവനും കോട കയറി നിൽക്കുകയാണ്. ഇത് മറ്റൊരു വണ്ടിയാണിത്. എനിക്ക് തോന്നുന്നു ഷില്ലോങ് ഭാഗത്തേക്ക് പോകുന്ന വണ്ടിയാണെന്നാണ് തോന്നുന്നത്. റോഡിതാ ഇതുവഴിയാണ്. ഈ പുറകിതാ ഈ ഭാഗത്താണല്ലോ ഇരിക്കുന്നത്. ശരിക്കും ഈ വണ്ടിയുടെ ഈ പുറകു ഭാഗത്ത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഒന്നുകിൽ നടുക്കോ അല്ലെങ്കിൽ ഏറ്റവും മുന്നിലോ ആണ് നല്ലത്. 2 വരി 4 വരി പാതയാണ്. ഇപ്പം മുഴുവനും കോട കയറിയിട്ടാണുള്ളത് ഈ റോഡിന്റെ ഭാഗത്ത് മുഴുവനും. ഇതിപ്പോൾ ഗുവാഹട്ടിയിലോട്ട് പോവുകയാണല്ലോ. ഇപ്പം ചെറിയ തോതിലുള്ള ഇറക്കമാണ്. അങ്ങനെ യാത്ര ചെയ്തിപ്പിത അസാമിലെ ഗുവാഹത്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. 1 മണിയായി. ഇപ്പോൾ കറക്റ്റ് 3 മണിക്കൂർ തന്നെയാണ്. ഇനിയിപ്പോൾ നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമായ പൾട്ടൺ ബസാറിലേക്കാണ്. അതിവിടെ നിന്ന് ഇനിയിപ്പം ഒരു 350 മീറ്റർ മാത്രമേ ഉള്ളൂ.
ഇനി ഇവിടെയൊക്കെ നല്ല മഴക്കാറാണ്, ഇരുട്ട് കെട്ടിയിട്ടാണ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ ബ്ലോക്കിൽ പെട്ടിട്ട് തന്നെ ഒരുപാട് നേരമായി. ഈ വണ്ടി മേഘാലയ രജിസ്ട്രേഷനാണ്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ബാഗ് ഉണ്ടായിരുന്നു. അതായത് ഈ സ്റ്റാൻഡ് എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷൻ ഈ ഭാഗത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ ഭാഗത്ത് തന്നെയാണ് വണ്ടികളൊക്കെ വരിക. ഇനിയിപ്പോൾ ഇവിടെ നേരെ നമുക്ക് പുറത്തേക്ക് പോകാം. പക്ഷെ ഇവിടെ മൊത്തം ചളിയാണ്. ഞങ്ങൾക്കിനി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത്. കാരണം ഞങ്ങളുടെ ഈ 2 ബാഗും അവിടുത്തെ ക്ലോക്ക് റൂമിൽ വെക്കണം. എന്നിട്ട് മാത്രമേ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നുള്ളൂ. കാരണം ഈ ബാഗ് എടുത്തിട്ട് നടക്കാൻ പറ്റില്ല. ഈ ഭാഗത്തുനിന്ന് ഒരുപാട് മേഘാലയ ഭാഗത്തേക്ക് പോകുന്ന ടാക്സികൾ കിട്ടും. നമ്മൾ ആദ്യം ഇവിടെ ഗുവാഹട്ടിയിൽ വന്ന സമയത്ത് മേഘാലയയിലേക്ക് ഈ ഭാഗത്തുനിന്നാണ് ടാക്സിയൊക്കെ കയറിയത്. ഇവിടെ ഒരുപാട് സൈക്കിൾ റിക്ഷകളുണ്ട്. ഇത് കാണുന്നില്ലേ? ഇതിൽ യാത്ര ചെയ്യാൻ നല്ല രസമാണ്. പിന്നെ ഇവിടെ തന്നെയാണ് സ്റ്റേഷന്റെ മുന്നിലെ ബസ് സ്റ്റോപ്പ്. ഈ ഭാഗമാണ് പൾട്ടൺ ബസാർ. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുന്നേ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോവാം. അതായത് ഇവിടെ ഒരു കേരള ഭവനുണ്ട്. അപ്പോൾ ഈ ഭാഗത്തേക്കാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. നമുക്ക് ഉച്ചക്ക് ഊണൊക്കെ കിട്ടുമോ നോക്കാം. ഞങ്ങൾ ഇവിടുന്ന് ഊണാണ് കഴിക്കുന്നത്. നല്ലൊരു വാഴ ഇലയൊക്കെ ഉണ്ട്, റൈസ് ഉണ്ട്, പപ്പടം ഉണ്ട്. ഇത് കായ് തോരനാണേ. കപ്പപ്പുഴുക്കുണ്ട്, പിന്നെ പച്ചടി ഉണ്ട്, പിന്നെ ഒരു അച്ചാറിൻ്റെ ഒരു സെറ്റുണ്ട്, പിന്നെ ഇവിടെ സാമ്പാറുണ്ട്, രസമുണ്ട്, തൈരുമുണ്ട്. പിന്നെ ഞങ്ങൾ 2 പുഴ മീൻ കൂടെ ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനൊരെണ്ണത്തിന്, അതായത് ഈ 2 എണ്ണത്തിനും കൂടിയിട്ടായത് 100 രൂപയാണ്. സാമ്പാറൊക്കെ കൂട്ടി എങ്ങനെയുണ്ട് ടേസ്റ്റ്? കുഴപ്പമില്ല. പിന്നെയുണ്ടല്ലോ ഈ മീനിന്റെ കാര്യം പറഞ്ഞ സമയത്ത് ഇവിടെ കടലൊന്നും ഇല്ലല്ലോ, പുഴയാണല്ലോ. മിക്കവാറും ബ്രഹ്മപുത്രയിൽ നിന്ന് പിടിച്ച മീനായിരിക്കും. തീർച്ചയായിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ ഫുഡ്? ഉണ്ട്. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇപ്പോൾ ഊണ് കഴിച്ചത്. 2 ഊണിനും കൂടി 250 രൂപയും ഫിഷ് ഫ്രൈക്ക് 2 എണ്ണത്തിനും കൂടിയിട്ട് 100 രൂപയും. ടോട്ടൽ ഇവിടെ 350 രൂപ ആയതേ ഉള്ളൂ. നല്ലൊരു ഫുഡായിരുന്നു. ഇവിടെ ഇപ്പം മഴ പെയ്യുകയാണ്. ഈ ഷില്ലോങ്ങിലേക്ക് പോകാൻ ഇതുപോലുള്ള സുമോ ഇല്ലേ, ഇത് ഇവിടെ തന്നെ കിട്ടും. അതായത് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന സുമോയിൽ 9 ആൾക്കാരാണ് ഉണ്ടായത്. ഒരാളുടെ കയ്യിൽ നിന്ന് 300 രൂപ ആ ഒരു പൈസയിൽ വാങ്ങി. പക്ഷേ 4 സീറ്റർ വണ്ടിയില്ലേ, സ്വിഫ്റ്റ് ഡിസയർ ഒക്കെ ആണെങ്കിൽ ഒരാളുടെ അടുത്ത് നിന്ന് 450, 500 ആ ഒരു റേറ്റിലാണ് ഇവർ വാങ്ങിക്കുക. ഇവിടെ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിട്ട് ക്ലോക്ക് റൂമിൽ ബാഗ് വെക്കാം. എന്തായാലും കൊടയുണ്ട് ഞങ്ങളെ കയ്യിൽ, അതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല. ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷന്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമുള്ള ഭാഗത്തെ ഒരു കാഴ്ച ഇതാണ്. ഇപ്പോൾ 2:27 അതായത് ഈ ഭാഗത്ത് തിരക്കേ ഇല്ല. പൾട്ടൺ ബസാർ, അതായത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആ ഒരു ഭാഗത്താണ് നല്ല ക്രൗഡ് ഉള്ളത്. ഈ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമുള്ള ഭാഗത്ത് തന്നെയാണ് ക്ലോക്ക് റൂമും ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ 2 പേരുടെയും ബാഗ് വെച്ച് 100 രൂപയാണ് ആയത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ബ്രഹ്മപുത്രയുടെ തീരത്തേക്കാണ്. ഏകദേശം 1 കിലോമീറ്റർ ദൂരമുണ്ട് അങ്ങോട്ടേക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ട്. അത് നേരെ ഇതുവഴിയാണ് പോകാനുള്ളത്. ഈ ഭാഗത്തുനിന്ന് ഇതുപോലുള്ള ചെറിയ സൈക്കിൾ റിക്ഷകളൊക്കെ കിട്ടും. പക്ഷെ ഞങ്ങളത് ആക്കുന്നില്ല. കാരണം നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോകാം. കാരണം ആകെ 1 കിലോമീറ്റർ മാത്രമല്ലേ പോകാനുള്ളൂ. ഒരു 2 കിലോമീറ്ററിന് മുകളിലൊക്കെ ദൂരം ഉണ്ടെങ്കിൽ നമുക്കതാക്കി പോകായിരുന്നു. ഇവിടെ നടന്ന് പോകുന്ന വഴിക്ക് കണ്ടതാണ്, ഈ ഭാഗത്ത് മുഴുവനും ചെടികളാണ്. ഈ നടന്നു പോകുന്ന ഒരു വഴിക്ക് തന്നെ ഇഷ്ടം പോലെ കാണാം. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്കുള്ള സ്ഥലത്തേക്ക് 200 മീറ്ററും കൂടെ ഉള്ളൂ. വെറൈറ്റി ചെടികളൊക്കെ ഇവിടുന്ന് കിട്ടും. നമ്മൾ ഗുവാഹട്ടിയിൽ എത്തിയിട്ട് എവിടെയാണ് പോകുന്നത് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അതായത് ഇന്ത്യയിലത്തെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള റിവർ റോപ്പ് വേ ആണ് നമ്മളിന്ന് കയറാൻ വേണ്ടി പോകുന്നത്. സാധാരണ ഒരു നദിയിലെ കൂടെ അല്ല ഈ ഒരു റിവർ റോപ്പ് വേ കടന്നു പോകുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളിലൊന്നായ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയാണ് ഈ ഒരു റോപ്പ് വേ ഉള്ളത്. ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയാണ് നമ്മളിനി റോപ്പ് വേ വഴി കയറാൻ വേണ്ടി പോകുന്നതും. അതുപോലെ തന്നെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള റോപ്പ് വേ എന്ന് പറഞ്ഞാലോ 1820 മീറ്റർ ആണ് ഇതിൻ്റെ നീളം വരുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗം നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു കര വരുന്നത് പാൻ ബസാറാണ്. ഈ ഒരു റോപ്പ് വേയിൽ കയറിയിട്ട് നമ്മൾ രജദ്വാർ എന്ന് പറഞ്ഞൊരു
ഭാഗത്തേക്കാണ് പോകാനുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയൊരു ബോർഡ് കാണാം, റോപ്പ് വേ ടെർമിനൽ. അതായത് ഗുവാഹട്ടി മെട്രോപൊളിറ്റൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ് ഈ ഒരു റോപ്പ് വേ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ടിക്കറ്റൊക്കെ എടുക്കാനുള്ളത് ഈ ഭാഗത്താണ്. ഇതൊരു റോപ്പ് വേ അങ്ങനെ വരുന്നത് കാണാം. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്ത് ഒരുപാട് പേർക്ക് ഒരേ സമയം കയറാവുന്ന, കാരണം അത്രയും വലുത് തന്നെയാണ്. ഞങ്ങൾക്ക് എന്തായാലും ഈ റോപ്പിലേക്ക് പോകാനാവും തോന്നുന്നില്ല, കാരണം ഇതിപ്പോൾ വന്നല്ലോ ഇവിടെ. ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ അകത്ത് കയറുമ്പോൾ കുറച്ച് സമയം വരും. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് ടൈമൊക്കെ ഇവിടെ വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ വൺ സൈഡ് മാത്രമേ എടുക്കുന്നുള്ളൂ നോർമൽ ടിക്കറ്റ്. ഒരാൾക്ക് 100 രൂപയാണ് ടിക്കറ്റ് ചാർജ്. പിന്നെ ഇവിടെ ഫോറിനേഴ്സിൻ്റെ ടിക്കറ്റിൻ്റെ ചാർജൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ 2 സൈഡും വരികയാണെങ്കിൽ 200 രൂപയാവും. ടിക്കറ്റ് എടുത്തതിന് ഇപ്പോൾ അകത്തേക്കുള്ള കാത്തിരിപ്പാണ്. കുറച്ച് ആൾക്കാരെ മാത്രമേ ഒരു സമയം കയറ്റി വിടുള്ളൂ. അതായത് 30 ആൾക്കാർക്കാണ് ഈ കാണുന്ന റോപ്പ് വേയിൽ ഒരേ സമയം പോകാനായി സാധിക്കുക. ഇവിടെ നിന്ന് നേരെ നോക്കിയാൽ അങ്ങ് മുന്നിലായി ഒരു ദ്വീപ് കാണുന്നില്ലേ, അതാണ് പീക്കോക്ക് ഐലൻഡ്. അവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്, അതാണ് ഉമാനന്ദ ക്ഷേത്രം. ഈ റോപ്പ് വേയില്ലേ ഇതാ കടന്നു പോവുകയാണ് അങ്ങ് അതുവഴി. ആ ഒരു ഉമാനന്ദ മന്ദിർ എന്ന് പറയുന്നത് ഒരു ശിവക്ഷേത്രമാണ്. ഈ ഒരു ദ്വീപിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ലോകത്തിലെ ഏറ്റവും ചെറിയ ജനവാസമുള്ള ഒരു നദീതീര ദ്വീപ് കൂടിയാണിത്. കൂടാതെ തന്നെ ഉണ്ടല്ലോ, നമുക്ക് അങ്ങോട്ടേക്ക് പോകണമെങ്കിലുണ്ടല്ലോ ഈ നദീൻ്റെ തീരത്ത് തന്നെ ഒരുപാട് കുഞ്ഞു ബോട്ടുകളുണ്ട്. അത് പ്രകാരം മാത്രമേ നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റുള്ളൂ. അതായത് അങ്ങ് ആ ഭാഗത്തൊക്കെ കാണുന്നില്ലേ, അതൊക്കെ തന്നെയാണ് റോപ്പ് വേതാ അങ്ങ് പോവുകയാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് പോകാനുള്ള റോപ്പ് വേയിന് അവിടുന്ന് ഇങ്ങോട്ട് വരാനുണ്ടെന്ന് തോന്നുന്നത്. കാരണം നമ്മളിവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഏകദേശം ഒരു 10 മിനിറ്റോളമായി. സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ അകത്തേക്ക് കയറിയ ഇനിയിപ്പോൾ ഇവിടുന്ന് ലിഫ്റ്റ് കയറി വേണം മുകളിലേക്ക് പോകാൻ. ലിഫ്റ്റ് കയറി മുകളിലെത്തി. ഇനിയിതാ നമുക്ക് പോകാനുള്ള റോപ്പ് വേ വരികയാണ്. ഇവിടെ നിന്നാണ് നമുക്ക് കയറേണ്ടത്. വരികയാണ്. മറുകരയിൽ നിന്ന് വന്നവരാണ് ഇവരൊക്കെ, അതായത് രജദ്വാർ ഭാഗത്ത് നിന്ന്. ഇത് ഈ ഒരു പൊസിഷനിൽ നിൽക്കും. അടിപൊളി സെറ്റപ്പാണ് ഇവിടെയൊക്കെ. ഇത്ര ആൾക്കാരുള്ളത് കൊണ്ടാണ് കുറച്ച് സമയം എടുക്കുന്നത്. എവിടെ നിന്നോ റോപ്പ് വേയിലേക്കുള്ള എൻട്രി സ്റ്റാൻഡിങ് ആണ്. വിസിബിള് ഇത്രേ കിട്ടുള്ളൂ. ഇതിൻ്റെ അകത്ത് സ്റ്റാൻഡിങ് ആണ്. ഇവിടെ ഇങ്ങനെ നിൽക്കണം. റോപ്പ് വേ ഇതാ ഇവിടെ നിന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ. ശരിക്കും ഈ ബ്രഹ്മപുത്ര നദിയെ പറ്റി പറയുമ്പോൾ നമ്മൾ ട്രെയിൻ വഴിയൊക്കെ ക്രോസ് ചെയ്യാറുണ്ടല്ലോ, ആ സമയമൊക്കെ ഒരുപാട് പേടിപ്പെടുത്തുന്ന ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവുക. ഇവിടെ കുറച്ചും കൂടെ വ്യക്തതയുണ്ട്. ഈ ഭാഗത്ത് ചെറിയൊരു ഐലൻഡ് കാണുന്നില്ലേ, ഇവിടെ ജനവാസമൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഐലൻഡ് ഇതാണ്. അങ്ങ് ദൂരത്തായി ഒരു പാലമൊക്കെ കാണുന്നില്ലേ, പിന്നെ ഇതിലൂടെ ഒരു ബോട്ടൊക്കെ പോകുന്നത് കാണാം. നേരത്തെ പറഞ്ഞ ഐലൻഡിന്റെ ഭാഗത്തേക്ക് ഇതാ എത്തുകയാണ്. ഇവിടെയും ചെറിയ തോതിലുള്ള പാറക്കെട്ടുകളൊക്കെ കാണാം. ഇപ്പൊ ഇവിടത്തെ വെള്ളം കാണുമ്പോൾ തന്നെ പേടിയാവുക. ആ ഭാഗത്തൊന്നും വ്യക്തതയേ ഇല്ല. പിന്നെ വ്യക്തതയുള്ളത് ഈ ഒരു സൈഡ് തന്നെയാണ്. ഇതാണ് പീക്കോക്ക് ഐലൻഡ്. ഉമാനന്ദ മന്ദിറൊക്കെ ഉള്ളത് ഈ ഭാഗത്താണ്. ഇവിടെ തന്നെ ഒരു ഫെറിയൊക്കെ ഉള്ളത് കാണാം.
ക്ഷേത്രമൊക്കെ ഈ ഭാഗത്തേക്കാണെന്നാ തോന്നുന്നത്, കാരണം ഇവിടുന്ന് വ്യക്തമൊന്നുമില്ല. ഇവിടെയായിട്ട് കാണുന്നുണ്ട്. ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു ക്ഷേത്രം. ലോകത്തിലെ തന്നെ ചുരുക്കം ചില നദികൾക്ക് മാത്രമാണ് വേലിയേറ്റ പ്രവാഹം ഉള്ളത്. അങ്ങനെ വേലിയേറ്റ പ്രവാഹമുള്ള നദികളിൽ ഒന്നാണ് ഈ ബ്രഹ്മപുത്ര. അതുപോലെ തന്നെ ഈ ഒരു ബ്രഹ്മപുത്ര തന്നെയാണ് ഈ നോർത്ത് ഈസ്റ്റില് ഗുവാഹട്ടിക്ക് പുറമെ തന്നെ ആസാമിലത്തെ പല പ്രദേശങ്ങളിലും വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നതും ഈ ഒരു നദി തന്നെയാണ്. ആ ഭാഗത്തേക്കൊക്കെ കാണുന്നില്ലേ? അപ്പൊ അവിടെയാണ് അതിന്റെ ഒരു സ്റ്റേഷൻ. ഇതിങ്ങനെ ഒരു ഇതിൽ പോകുമ്പോണ്ടല്ലോ, ചെറിയൊരു താഴോട്ട് പെട്ടെന്ന് പതിക്കുന്ന പോലെ തോന്നുക. 8 മിനിറ്റ് യാത്ര മാത്രമാണ് ഇതുവഴി ഉള്ളത്. അങ്ങനെ ഇതാ ആ ഒരു മറുകരയിലുള്ള റോപ്പ് വേ ടെർമിനലിലേക്ക് അടുക്കുകയാണ്. ഞങ്ങൾക്ക് ഇനി ഇവിടെ ഇറങ്ങണം. ഭാഗത്തെത്താനാവുമ്പോൾ ഒരു സ്പീഡ് കുറച്ച് പോകുന്നത് കാണാം. ഇതിന്റെ താഴെ ഭാഗത്തേക്കൂടെ റോഡൊക്കെ പോകുന്നത് കാണാം. അസാം മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. 2020 ഓഗസ്റ്റ് 24 നമ്മൾ ആ വന്ന വഴിയാണ് ഈ കാണുന്നത്. അത്രയും ദൂരം എത്ര പെട്ടെന്ന് എത്തി. നിങ്ങളൊക്കെ ഇവിടെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഞങ്ങൾ ഇനിയിപ്പോൾ തിരിച്ച് ഫെറീന് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ചെറിയ റേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പോകുന്നുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ വന്ന് ഇതിന് തന്നെ തിരിച്ചു പോകും. ചെറിയ, അതായത് ഒരു 100 രൂപക്ക് താഴെ വേണമല്ലേ? ഫെറിയാണെങ്കിൽ 5 രൂപ 10 രൂപ കണ്ട് വരുള്ളൂ. ഇവര് ഇപ്പൊ വന്നിട്ട് പറഞ്ഞത് 500 രൂപ അല്ലേ? ക്രൂസിന്റെ. നമുക്ക് നോക്കാം, പോയി നോക്കാം താഴോട്ട്. നമ്മളാ വന്ന റോപ്പ് വേ തിരിച്ചു പോവുകയാണ്. ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ ഈ റോപ്പ് വേ പോകുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. മഴയുടെ ശക്തി കൂടിക്കൂടി വരികയാണ്. പിന്നെ ഇവിടെ ശക്തമായ കാറ്റും വലിയ മഴയൊക്കെ ഉണ്ടെങ്കിൽ ഈ സർവീസ് എന്തായാലും ഇവിടെ ഉണ്ടാവില്ല. അതവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ഐലൻഡ് താണ്ടി വേണം മറുകരയിലെത്താൻ. അതിൻ്റെ ആ ഒരു ടോപ്പിലേക്ക് എത്തുമ്പോൾ കുറച്ച് ഹൈറ്റിലേക്ക് കയറി പോകും, എന്നിട്ട് താഴേക്ക് ഒരൊറ്റ പോക്കാണ്. ആ സമയത്താണ് ചെറിയ തോതിലുള്ളൊരു ഇളക്കം. അതങ്ങ് അതുവഴി കടന്നു പോകട്ടെ. നമുക്കെന്തായാലും താഴോട്ട് ഇതുവഴി നടക്കാം. നല്ല വഴി തന്നെയാണ്. ആ ഭാഗത്തേക്കാണ് ഫെറിയൊക്കെ കിട്ടുക. ഇനി ഇവിടുന്ന് ബോട്ടിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ ഭാഗത്തിൽ ഒരുപാട് ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാം. ചെറിയൊരു ഗ്രാമമാണിത്. ഇപ്പം ഇവിടുന്ന് ഒരു 250 മീറ്ററേ ഉള്ളൂ ബോട്ടുകളൊക്കെ കിട്ടുന്ന ഒരു ഭാഗത്തേക്ക്. വളരെ ചെറിയ വീടുകളാണ്, കൂടുതലും ഷീറ്റാണ്. ഇവിടുന്ന് റൈറ്റിലേക്ക് റോപ്പ് വേ ഒരെണ്ണമല്ല 2 എണ്ണം ഉണ്ട്. നേരത്തെ വരുന്ന സമയത്ത് വേറെ ഒന്നിനും കണ്ടില്ല, അതുകൊണ്ടാണ് ഒരെണ്ണം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത്. ഇപ്പം ഇതാ 2 എണ്ണത്തിനെ കണ്ട്. ഏത് ബോട്ടാണ് ഈ സമയത്ത് പുറപ്പെടുക എന്ന് നോക്കണം. ഇത് അവിടെ ഒരു ജങ്കാറൊക്കെ പോകുന്നത് കാണാം. ഇതിലൊരുപാട് 2 വീലറുകളൊക്കെ ഉണ്ട്. ഇനിയിപ്പം ബ്രഹ്മപുത്ര നദിയെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട നദിയാണ് ബ്രഹ്മപുത്ര. ഇതിൽ ലോകത്തിന്റെ റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ലോകത്തിലത്തെ ഏറ്റവും വലിയ നദികളിൽ 9ാമത്തെ സ്ഥാനമാണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ നീളത്തിന്റെ കാര്യത്തിൽ ഇതിൽ 15ാമത്തെ സ്ഥാനമാണുള്ളത്. 3 രാജ്യങ്ങൾ വഴിയാണ് ഇത് കടന്നു പോകുന്നത്. 2880 കിലോമീറ്ററാണ് ടോട്ടലായിട്ട് ഇത് ഒഴുകുന്നത്. അതുപോലെ തന്നെ ടിബറ്റിലെ മാനസ സരോവറിനാണ് ഇത് ഉത്ഭവിക്കുന്നത്. അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറൻ ചൈന, അതുപോലെ തന്നെ ഇന്ത്യ, ബംഗ്ലാദേശ്, ഈ പറഞ്ഞ രാജ്യങ്ങളിലെ കൂടെയാണ് ഇത് ഒഴുകുന്നത്. അതുപോലെ തന്നെ ഇത് പല സ്ഥലങ്ങളിലും പല പേരുകളാണ് ഇത് അറിയപ്പെടുന്നത്. ഈ പറഞ്ഞ ഗുവാഹട്ടി ഒരു ഭാഗത്തൊക്കെ ഈ ഒരു നദി അറിയപ്പെടുന്നത് ലോഹിത് നദി എന്നാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ ടിബറ്റൻ ഭാഷയിൽ ഈ നദി അറിയപ്പെടുന്നത് യാർലുങ് സാങ്പോ എന്നാണ്. അതുപോലെ തന്നെ അരുണാചലിൽ
ഈ ഒരു നദി സിയാങ്, ദിഹാങ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ബംഗ്ലാദേശിൽ ഈ ഒരു നദി അറിയപ്പെടുന്നത് ജമുന എന്നൊരു പേരിലാണ്. യമുന നദി അല്ല കേട്ടോ, ജമുന എന്ന് പറയും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തെറ്റിദ്ധാരണ വേണ്ട. അങ്ങ് ദൂരെ നിന്ന് ഒരു ഫെറി വരുന്നത് കാണുന്നില്ലേ? ഇനി അതിലാണ് നമുക്ക് കയറി പോകാനുള്ളത്. അതിപ്പോൾ ഇവിടെ എത്തും. ഇതിലേക്ക് കയറി പോകുന്ന ഒരു ചെറിയ വഴി ഇതാണേ. ആദ്യമായിട്ടാണ് ബ്രഹ്മപുത്ര നദി വഴി ഒരു ബോട്ടിൽ അല്ലെങ്കിൽ ഫെറിയിൽ കയറി യാത്ര പോകുന്നത്. നല്ല വഴുക്കലാണ് ഇവിടെ. കാരണം മണലും ഉണ്ട്, അതോടൊപ്പം തന്നെ മഴയും പെയ്തല്ലോ. അങ്ങനെയാണ്. ഇത് പലകയാണ്, മരപ്പലകയാണ്. ചെറിയ വള്ളങ്ങളൊക്കെ ഇവിടെ കാണാം. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്ന ആ ഒരു ഇതിൽ കയറാൻ ചെറിയ 2 വീലേഴ്സൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് കാണാം, ആ ഭാഗത്തായിട്ടും ഉണ്ട്. 4:40 ഉള്ളൂ. ഇവിടെ ഇപ്പം നമുക്ക് പോകാനുള്ള ഈ ഒരു ഫെറി എത്തി. ഇതിലെത്രയാണ് 2 വീലർ നോക്കിയേ. നല്ല ഇരുട്ട് വന്നു തുടങ്ങി, അതാണ് പ്രശ്നം. ഇപ്പോൾ കാഴ്ചയ്ക്ക് അത്ര വ്യക്തത ഉണ്ടാവില്ല. മഴയും പെയ്തു തുടങ്ങി, എല്ലാം കൊണ്ടും അടിപൊളി. ഇപ്പം ഇത് ഇറങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് കയറാൻ വേണ്ടി പറ്റുള്ളൂ. ബോട്ടിൻ്റെ അകത്ത് ഇരിക്കാനുള്ള നല്ല സെറ്റപ്പൊക്കെ ഉണ്ട്. ഇവിടുന്ന് നമുക്ക് നല്ലൊരു കാഴ്ചയൊക്കെ കിട്ടുമോ നോക്കാം. ആ മുൻഭാഗത്താണ് 2 വീലർ നിർത്തുക. ഇവിടെ ഇരിക്കാം. 4:50 അപ്പോൾ ഇവിടുന്ന് ഇതാ ഒരു ഫെറി എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ എത്ര മണിക്കൂർ കൊണ്ട് അവിടെ എത്തുമെന്ന് നോക്കാം. നേരത്തെ അവിടെ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് 1 മണിക്കൂർ എടുക്കുന്നതാണ് പറഞ്ഞത്. ഇത് കുറച്ചുകൂടെ നേരത്തെ ആകണമായിരുന്നു, എന്നാൽ നമുക്ക് നല്ല കിടിലം കാഴ്ചകളൊക്കെ കിട്ടട്ടിയായിരുന്നു. ഇപ്പോൾ നോക്കിയാൽ മഴയും ഇരുട്ടും വന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് ചാർജൊക്കെ ചെയ്യാനുള്ളൊരു ഓപ്ഷനൊക്കെ ഉണ്ട്. പിന്നെ ലൈഫ് ജാക്കറ്റൊക്കെ മുകൾ ഭാഗത്താണുള്ളത്. ചെറിയൊരു പേടി ഇപ്പോൾ ഉണ്ട് കേട്ടോ, അതുള്ളത് പറയാലോ. പ്രത്യേകിച്ച് നല്ല മഴയാണ്, ഇരുട്ടും വന്നല്ലോ, അതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ കച്ചവടക്കാരൊക്കെ ഉണ്ട്. ചെറിയ കടല അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്നൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്തിപ്പോൾ ഫുള്ളാണ്. എന്തായാലും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആവട്ടെ. നേരത്തെ പറഞ്ഞല്ലോ, ആദ്യമായിട്ടാണ് ബ്രഹ്മപുത്ര വഴി, അതായത് വെള്ളത്തിൻ്റെ തൊട്ട് മുകളിലൂടെ ഒരു ബോട്ടിൽ അല്ലെങ്കിൽ ഒരു ഫെറിയിൽ യാത്ര ചെയ്തത്. നേരത്തെ കണ്ട പീക്കോക്ക് ഐലൻഡാണിത്. ആ നല്ല വ്യൂ കിട്ടുക ഇതുവഴി പോകുമ്പോൾ തന്നെയാണ്. നേരത്തെ നമ്മൾ കയറിയ ആ ഒരു റോപ്പ്വേൻ്റെ ടെർമിനലില്ലേ, അതായത് സ്റ്റാർട്ട് ചെയ്തത്, അതങ്ങ് അവിടെയാണ്. ഇത് പോകുന്നത് വേറെ ഭാഗത്തേക്കാണ്. നിങ്ങളൊക്കെ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ ഈ സമയത്തൊന്നും ഒരിക്കലും വന്ന് കയറരുത്. രാവിലെ ഒരു 10 മണി മുതൽ വൈകുന്നേരം ഒരു 3 മണി ആ ഒരു സമയത്തിനുള്ളിൽ വന്നാൽ മതിയാവും. കാരണം ഇപ്പോൾ 4 മണിക്ക് ശേഷമുള്ള കാലാവസ്ഥയാണല്ലോ ഈ കാണുന്നത്. ഗുവാഹട്ടി നഗരത്തിൻ്റെ ആ കരയൊക്കെ നമുക്കിതാ ഇവിടുന്ന് തന്നെ കാണാം. പക്ഷെ ഇത് അങ്ങ് ദൂരെ അവിടെയാണ് കൊണ്ടുപോവുക. അതാണ് കുറച്ച് സമയം കൂടുതലെടുക്കുക. അല്ലെങ്കിൽ ഇപ്പം തന്നെ ഇവിടെ എത്തി. അതായത് ഇനിയിപ്പോൾ പോകുന്ന ഒരു ഭാഗത്തുനിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ കൂടും. നേരത്തെ റോപ്പ്വേൻ്റെ അവിടെ നിന്ന് കറക്റ്റ് 1 കിലോമീറ്ററിൻ്റെ താഴെ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് നേരെ ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ കിലോമീറ്റർ കൂടിയല്ലോ. ഇവിടെ ഒരു പാലമൊക്കെ കാണാം. ഇത് ക്രോസ് ചെയ്തല്ലോ. അപ്പോൾ ഇതല്ല, ഇത് എനിക്ക് തോന്നുന്നു പുതുതായിട്ട് നിർമ്മാണത്തിലുള്ള ഒരു സ്ഥലമാണെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ നേരെ ഇങ്ങോട്ട് പോവുമല്ലോ. നാല് 40 അവിടുന്ന് പുറപ്പെട്ടത്. ഇപ്പം 5 മണി, അതായത് 15 മിനിറ്റ് യാത്ര മാത്രമേ ഉള്ളൂ. 1 മണിക്കൂർ യാത്രയൊന്നുമില്ല. എന്താ അറിയോ, അവർ അസാമീസ് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവാതെ അല്ലേ. അതായത് അവരങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ, അതായത് ബോട്ട് ഇവിടെ വരാൻ വൈകും, അതുകൊണ്ട് ഇവിടെ വന്നിട്ട് 1 മണിക്കൂർ കഴിയുന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞു. ഹിന്ദിയിലല്ല പറയുന്നത്, അസാമീസാണ് ഞങ്ങൾക്ക് അറിയത്തുമില്ല. ഒരുപാട് കൺഫ്യൂഷനായി. പക്ഷെ അത്രയൊന്നുമില്ല. ആകെ 15 മിനിറ്റ് മാത്രമേ. ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോൾ ഒരു 20 മിനിറ്റ് അത്രേ ആവുള്ളൂ. ഇതേ
നമ്മളങ്ങനെ എത്താനായി. ഇപ്പോൾ വന്ന ബ്രഹ്മപുത്രയാണ് ഈ കാണുന്നത്. ഇനിയിപ്പോ ഇവിടെ ഇതാ ഇറങ്ങാനുള്ള ഒരു ധൃതിയാണ് എല്ലാവർക്കും. ശക്തമായ മഴയുമാണ് ഇപ്പൊ ഈ സമയത്ത്. ഇവിടെ 5 മണി ആയതേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഇപ്പൊ നല്ല ബ്ലോക്കാണ്. നമുക്ക് ഇവിടെ തന്നെ ബസ് കിട്ടും. പക്ഷെ ഈ ബസ് കയറി പോയാൽ ഇപ്പോഴേ എത്തൂല. ഈ ബ്ലോക്കിൽ കടന്നിട്ട് എന്തായാലും നല്ല സമയം പിടിക്കും. ഇവിടുന്ന് 1.5 കിലോമീറ്റർ ആണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്കുള്ളത്. അപ്പോൾ ഇതുവഴി തന്നെ നല്ല ഫുട്പാത്ത് ഉണ്ട്, നേരെ നടക്കാം. മഴ കൂടെ അതിൻ്റെ കൂടെ വന്നതാണ് കുറച്ച് പണി കിട്ടിപ്പോയത്. അല്ലെങ്കിൽ കുറച്ചും കൂടെ ഭാഗത്തേക്ക് പോകാനായി സാധിച്ചു തന്നെ. ഇതുപോലുള്ള ബസ്സിലാണ് നമുക്ക് പൾട്ടൻ ബസാർ ഭാഗത്തേക്ക് പോകാൻ പറ്റുക. ഈ ഫുട്പാത്ത് വഴിയൊക്കെ വണ്ടി എടുത്ത് വരുന്ന നോക്കിയേ. അത്രയും നല്ല റോഡ് അവിടെ ഉണ്ടാവും. കാരണം അതാ അതിലൂടെയൊക്കെ എങ്ങനെ പോവാനാ. ഫുട്പാത്തിലാണെങ്കിൽ ആരുമില്ല, സുഖമായിട്ട് പോവാലോ എന്നായിരിക്കും പുള്ളിക്കാരൻ വിചാരിച്ചിട്ടുണ്ടാവുക. ഫെറിയിൽ വരുന്ന സമയത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ഒരു ടെർമിനലിനെ പറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിതാണ്. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും ഇനി ബോട്ടുകളും ഫെറികളൊക്കെ വരിക. ഇപ്പം നമ്മൾ വന്നിറങ്ങിയ ആ ഭാഗത്തൊന്നും തന്നെ ഇല്ല. ഇത് അടിപൊളിയാണ്. ആ ഭാഗത്തു നിന്നൊക്കെ നടന്നിപ്പോൾ ഇതാ ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമുള്ള ഭാഗത്തേക്ക് തന്നെ വന്നു. 5:34 ആയതേ ഉള്ളൂ. ആ സമയത്ത് ഒരു കാഴ്ചയാണിത്. ഇവിടെ ഈ സമയത്ത് നല്ല ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാണ്. ആ നേരത്തെ പറഞ്ഞില്ലേ, ആ സൈഡിനെക്കാട്ടി എത്രയോ അടിപൊളി ഈ ഭാഗം തന്നെയാണ്. തിരക്കില്ലാത്തതുകൊണ്ടാണ്. ഗുവാഹട്ടിയിൽ വന്നിട്ട് ബ്രഹ്മപുത്ര വഴി യാത്ര ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടം തന്നെയാണല്ലോ. റോപ്പ് വേ വഴിയും യാത്ര ചെയ്തു, ഫെറി വഴി അതായത് ആ ഒരു ബോട്ട് വഴി യാത്ര ചെയ്തു. ഇവിടുത്തെ ആകെയുള്ളൊരു വെല്ലുവിളി പെട്ടെന്ന് തന്നെ ഇരുട്ടാവും. അതോടൊപ്പം തന്നെ നല്ല മഴയും കൂടിയാണ് ഇന്ന് പെയ്തത്. അതായത് കാലാവസ്ഥ നമുക്ക് ഒട്ടും എന്താ പറയുക അനുകൂലം അല്ല എന്ന് പറയാം. പിന്നെ ബ്രഹ്മപുത്രൻ്റെ കാര്യം പറയുമ്പോൾ ഈ ഒരു മഴ കൂടി വരികയാണെങ്കിൽ ആസാമിൽ ഏറ്റവും അധികം ഫ്ലഡ് ഉണ്ടാക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രഹ്മപുത്ര തന്നെയാണ്. അപ്പം എന്താ പറയുക മനോഹരമായ ഒരു കാഴ്ച നമുക്ക് അതിലേക്കൂടെ കാണാൻ വേണ്ടി സാധിച്ചു. ഇനി അടുത്ത യാത്ര എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതുവരെ പോവാത്ത ഒരു സംസ്ഥാനത്തിലേക്കാണ് ഇനി പോകുന്നത്. അതായത് വേറൊന്നുമല്ല, മിസോറാം. അതായത് മിസോറാമിലേക്ക് ഒരു പുതിയതായിട്ടൊരു റെയിൽവേ സ്റ്റേഷനൊക്കെ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മളിനി കയറി അങ്ങോട്ട് പോകാൻ പോകുന്നത്. ഈ ഫെറിക്ക് കയറുന്നതിന് മുന്നേ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത് 1 മണിക്കൂർ എന്നാണല്ലോ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ വിചാരിച്ചു നമുക്ക് എന്ത് ദൈവമേ അവിടെ ഇനി ഇപ്പോൾ വൈകുമോ, ട്രെയിൻ മിസ്സാവുമോ? കാരണം 7 മണി സമയത്താണ് ഇവിടുന്ന് ട്രെയിൻ ഉള്ളത്. അപ്പോൾ ട്രെയിനിന് മിസ്സാവില്ല. അതിൻ്റെയൊക്കെ അടിപൊളി കാഴ്ചകളൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നിരിക്കുന്നപ്പോൾ നമുക്ക് മറ്റൊരു മെഡിസിൻ കണ്ടെന്നിരിക്കും. ബൈ ബൈ.